ഇനി ഇതാ ഈ ചോറും ചൂടുള്ള ചോറും ഈ സോയാബീനും കൂടി ഇങ്ങോട്ട് മസാലയൊക്കെ ഇങ്ങോട്ട് പിടിച്ചിട്ട്. ഹായ്, എല്ലാവർക്കും ജ്യോതിസ് കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, സോയ ചങ്ക്സ്, സോയ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന്. അതിന് നമ്മൾ ആദ്യം തന്നെ എടുക്കേണ്ടത് ചെറിയ സോയ ആണ് കേട്ടോ, വലിയ സോയയല്ല, ചെറിയ സോയ നോക്കി എടുക്കുക. അതിന് ശേഷം ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നു. അപ്പോൾ നമ്മളിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം ഈ സോയ മൊത്തം ഇതിലേക്ക്, തിളച്ച വെള്ളമാണ്, തിളച്ച വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 2-3 മിനിറ്റ് ഇങ്ങനെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അതിന് ശേഷം ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് വെച്ച സോയയാണത്. പലർക്ക് സോയ ഇഷ്ടപ്പെടില്ല എന്ന് പറയണത് അതിൻ്റെ അതിൻ്റെ പച്ചമണം പോവാത്തത്. പച്ചവെള്ളം കൊണ്ട് നന്നായിട്ട് കഴുകുക. ഇങ്ങനെ പച്ചവെള്ളം കൊണ്ട് കഴുകിയിട്ട് പിന്നെ അതിനെ വീണ്ടും ഈ സ്ട്രെയിനറിലിട്ട് അരിക്കുക, വീണ്ടും പച്ചവെള്ളത്തിലിടുക. ഇങ്ങനെ ഒരു 4-5 പ്രാവശ്യം നമ്മൾ കഴുകുമ്പോൾ സോയയുടെ ഒരു സ്മെല്ലുണ്ടാവില്ലേ, അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. കഴുകി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഒരു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് പച്ചവെള്ളത്തിൽ കഴുകണ കാണിച്ചല്ലോ. ഇതുപോലെ 3-4 പ്രാവശ്യം കഴുകി മാറ്റി വെച്ചിട്ട് പിന്നെ അതിലത്തെ വെള്ളം കൈ വെച്ച് പിഴിഞ്ഞ് എടുത്തതാണ് കേട്ടോ. അത് വെള്ളം മൊത്തം കളയണം, പിഴിഞ്ഞ് കളയണം. അതിന് ശേഷം ഇതിന് നമുക്ക് കുറച്ച് മസാല മിക്സ് ചെയ്ത് വയ്ക്കാം. ആൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിന്. എന്നാലും കുറച്ച് മുളക് പൊടി. ഇതിപ്പോൾ ഈ സോയ നമ്മൾ എത്ര എടുത്തിരിക്കണമെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ 250 ml കപ്പിൽ 3 കപ്പ് സോയയാണ് എടുത്തത്. അത് പറയാൻ മറന്നുപോയി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി. ഇത് നമ്മൾ കൈ വെച്ചിട്ട് ഇതിന് നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിലോ. അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. താഴത്തുനിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് ആക്കിയിട്ട് എല്ലാ സ്ഥലത്തേക്കും മസാല ആകുന്ന പോലെ മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പം അതിൻ്റെ കളറൊക്കെ മാറിയതുകൊണ്ടല്ലേ മിക്സ് ചെയ്യുന്നത്. ഇനി അത് അവിടെ മിക്സിങ് ആയി ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളത് കാണാം. അപ്പോൾ നമ്മളിതാ സോയാബീൻ മസാല മിക്സ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ വലിയ 3 സവാള കേട്ടോ, 3 സവാള അതുപോലെ സ്ലൈസായി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല, ഒരു തക്കാളി, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചതാണത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 5-8 ചെറിയ ഉള്ളിയും കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങക്കൊത്ത്, തേങ്ങ ഇങ്ങനെ സ്ലൈസായിട്ട്, അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി, അത് 1 സ്പൂണോളം ഉണ്ടാവും, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് കുരുമുളക് ചതച്ചത്, പിന്നെ കുറച്ച് ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല. ഇത്രയാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ ഉപ്പും. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് സോയ ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഫ്രൈ ആക്കി വെക്കുന്നത് എങ്ങനെയാണെന്ന്.
അപ്പോൾ ആദ്യം ഞാനിതപ്പോൾ ഈ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ എണ്ണ കുറച്ചങ്ങ് ഒഴിക്കുന്നു. എനിക്ക് നമുക്ക് കുറച്ച് കൂടുതൽ ഒഴിക്കാം. പിന്നെ എനിക്ക് 2 കരിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഈ സമയത്ത് 2 പച്ചമുളക് ഇട്ട് കൊടുക്കണം. എൻ്റെ പച്ചമുളക് ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. പച്ചമുളക് ഇടണം കേട്ടോ. അതിന് അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നമുക്ക് ഈ ഉള്ളിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഫ്രൈന് കുറച്ച് കൂട്ടി വെച്ചിട്ട്, ഒരുപാട് കൂട്ടണ്ട, കുറച്ച് കൂട്ടിയിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം. നന്നായി ഇറക്കിയിട്ട് കുറച്ച് നന്നായി ചുവന്ന കളറ് വരണ വരെ ഉള്ളി നന്നായി ഫ്രൈ ചെയ്ത് വെക്കണം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം വേണം. അപ്പോൾ ഞാൻ ആ വെള്ളം അപ്പുറത്ത് തിളപ്പിക്കാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ഫ്രൈ ആവട്ടെ കേട്ടോ. ഇതിലൊരു കാര്യം ഞാൻ വിട്ടുപോയി. അതായത് അതിന് വേണ്ടി ഞാനിപ്പോൾ ആദ്യം ഇത്രയും കൂടി എണ്ണ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച നാളികേരക്കൊത്തില്ലേ, ഇത് ഫസ്റ്റ് തന്നെ ഇടേണ്ടതായിരുന്നു. ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഒരു അബദ്ധമൊന്നും പറ്റരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതാദ്യം തന്നെ നന്നായി ഫ്രൈ ആക്കണം. ഇപ്പം ഞാനത് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിടുമ്പോൾ നാളികേരക്കൊത്ത് ആദ്യം ഇടുക. അതൊന്ന് കളർ മാറി വരുമ്പോൾ ഉള്ളി ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ ഇട്ടാലും ഇത് കളർന്നായിട്ട് ഫ്രൈ ആവും. പക്ഷെ അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ആദ്യം ഫ്രൈ ചെയ്യാം കേട്ടോ. ഇപ്പം നാളികേരക്കൊത്ത് ഇല്ല കയ്യിൽ വെച്ചാൽ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നാളികേരക്കൊത്ത് ഇടുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ സായയുടെ ഇടയിൽ കൂടെ അങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ വളരെ നല്ല ഇതാകുണ്ടാവും. അങ്ങനെ സ്ലൈസായിട്ട് ഇടുമ്പോൾ ഒരുപാട് നാളികേരം കടിക്കണ പോലെ ഉണ്ടാവില്ല. ഇനി ഇതൊന്ന് നാളികേരവും ഉള്ളിയും കൂടി ഒന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ. ഏകദേശമൊക്കെ കളറ് മാറി വന്നു കഴിഞ്ഞു സവാളയുടെ. ഞാൻ ഫ്ലെയിം കമ്മിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. അതിന് മുമ്പ് നമ്മൾ എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അതൊന്നിട്ട് ഇട്ട് കൊടുക്കാം. എന്താണെന്നറിയാം, ഇന്ന് ഫുള്ള് എനിക്ക് മറവിയാണ്. അതിലിട്ട് ഇളക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി എന്തായാലും അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒരു 2 മിനിറ്റും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് കരിവേപ്പിൻ്റെ പച്ചമുളക് ഇടാൻ പറഞ്ഞില്ലേ, അപ്പോൾ തന്നെ വേണമെങ്കിൽ നാളികേരക്കൊത്ത് ഇട്ടതിന് ശേഷം ഇടാം. പക്ഷെ ഞാനിപ്പോഴും ഇങ്ങനെ ഉള്ളിയുടെ കൂടെ ഉള്ളി ഇട്ടതിന് ശേഷമാണ് ഇടാമെന്ന് മാത്രം കേട്ടോ. ഇനി നമുക്ക് കമ്പിയാക്കി കൊടുത്തു, ഗ്യാസ് സിമ്മിൽ വെച്ചു. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അതാ ഇത് നമ്മളെടുത്ത് വെച്ച എരിവുള്ള മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത് മല്ലിപ്പൊടി, ഗരം മസാല. ഗ്യാസ് സിമ്മിലായിരിക്കണം. അത് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളെടുത്ത് വെച്ച ഈ തക്കാളി ഇല്ലേ, ഈ തക്കാളി ഇതിലേക്ക് ഒരു തക്കാളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനെ നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലേശം കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ സോയാബീൻ ആയ മണമൊക്കെ വരുന്നത്. ഇനി ഗ്യാസ് സിമ്മിലാണ്, ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് അടച്ചു വെച്ചിട്ട് തക്കാളി ഒന്ന് വേവട്ടെ കേട്ടോ. തുറന്നു. ഇനി നമ്മൾ കുറച്ച് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കുക കേട്ടോ. തക്കാളി കുറേയൊക്കെ
വെന്തുടഞ്ഞെങ്കിൽ നമ്മളിത് വെച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. മസാലയൊക്കെ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് പിടിച്ചു. ഈ സ്റ്റീം ഒന്നും കൂടി കമ്മിയാക്കി വെച്ചിട്ട് നമ്മളെടുത്ത് വെച്ച ഈ സോയാബീൻ ഉണ്ടല്ലോ, മസാലയൊക്കെ ആഡ് ചെയ്തത്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിനിടയിൽ ഞാനൊരു സോയാബീൻ എടുത്ത് വായിലിട്ട് നോക്കിയിരുന്നു. അപ്പോൾ ഉപ്പ് കുറച്ച് കമ്മിയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇതിന് മുകളിൽ കൂടെ ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങൾ നോക്കണം കേട്ടോ, നമ്മൾ ഉപ്പിട്ടിട്ടാണ് അതൊന്ന് ചൂടാക്കുമ്പോൾ തിളച്ച വെള്ളത്തിലിടുമ്പോൾ ഉപ്പിട്ടിരുന്നു. അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് വായിൽ വെച്ച് നോക്കണം, ഇട്ട് നോക്കുക ഉപ്പ് വേണോ വേണ്ടേന്ന്. അത് മറക്കരുത്. ഉപ്പ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് മസാല മിക്സ് ചെയ്യരുത് കേട്ടോ. ഇതെല്ലാം കൂടി താഴ്ത്തുനിന്ന് മുകളിലേക്ക് ഇങ്ങനെ ആക്കി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. സ്റ്റീം ഇത്തിരി കൂട്ടി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ വെള്ളം ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിക്കേണ്ട, കാരണം സോയാബീൻ നിറയെ വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ ചെറുതായിട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ മസാലയും സോയാബീൻ കൂടി ഒന്ന് നന്നായി മിക്സിങ് ആവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ കടന്നിട്ട് ഒന്ന് മിക്സിങ് ആവട്ടെ കേട്ടോ. വെന്തതാണ്, എന്നാലും ഒന്നും കൂടി വേവും ഇതിൽ കടന്നിട്ട്. അതിന് ശേഷം ബാക്കി നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ വെള്ളമൊക്കെ പോയി ആയി കേട്ടോ. മിക്സിങ് ആയി. ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ഈ മസാല കുറച്ചും കൂടി നന്നായിട്ട് ഇതിൽ മിക്സിങ് ആയി പിടിക്കും. ചില ആൾക്കാർ ഇപ്പോൾ വെള്ളം ഒഴിക്കാതെ ഇത് നന്നായി ഫ്രൈ ചെയ്യുന്നവരുണ്ടാവാം. പക്ഷെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് അവസാനം നമ്മൾ എടുത്ത് വെച്ചില്ലേ കുറച്ച് കുരുമുളക് ചതച്ചത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ചതച്ചിട്ട് തന്നെ ഇടണം, കുരുമുളക് പൊടി ഇടരുത് കേട്ടോ. ചതച്ചത് ഇടുമ്പോൾ ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ വരും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി അവസാനമായിട്ട് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം കണ്ട്. ആ വെള്ളമൊക്കെ വറ്റി. ഇനി ഇത് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. നമ്മളിങ്ങനെ ആക്കിയിട്ട് നിറച്ച് വയ്ക്കുക. നല്ല പൊന്നിയരി ചോറൊക്കെ, നല്ല മട്ടരി ചോറോ ഒക്കെ ഇട്ടിട്ട് ചോറിൻ്റെ മുകളിൽ ഇത് മാത്രം ഇട്ടിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. ഇത് 2 മിനിറ്റ് ആവട്ടെ, ഒന്ന് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് 2 മിനിറ്റ് ഇങ്ങനെ അടച്ച് വയ്ക്കുക. ഞാൻ കുറച്ച് പൊന്നിയരി ചോറ് ഉളമ്പി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുക. ഇനി ഈ ചോറും, ചൂടുള്ള ചോറും ഈ സോയാബീനും കൂടി ഇങ്ങോട്ട് മസാലയൊക്കെ ഇങ്ങോട്ട് പിടിച്ചിട്ട് കറന്ന് ടേസ്റ്റായിരിക്കും പറയുന്നതാ. ഇതിനെങ്ങോട്ട് കുഴച്ചിട്ട് ആദ്യം എടുത്തപ്പോൾ തന്നെ നാളികേരം കടിച്ചു. നാളികേരം കൂടി കഴിക്കണമാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അതിനാണ് നാളികേരം ഇടാൻ പറഞ്ഞത്. നാളികേരം ഇടണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുന്നത്. നിങ്ങളിറങ്ങി കിണ്ണത്തിൽ ഒറ്റ കിണ്ണം ചോറ് വേണമെങ്കിൽ നിങ്ങളിത് രണ്ടും വെച്ചും അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി വീഡിയോസൊക്കെ കാണണമെങ്കിൽ ജ്യോതിസ് കറി വേൾഡ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.